ഹലോ ഗൈസ്, ഏവർക്കും എൻ്റെ പേരിലേക്ക് സ്വാഗതം. എൻ്റെ പേര് അഡപ്പൻ കുഞ്ഞാപ്പി. അപ്പോൾ ഗൈസ്, നമ്മൾ ഇന്നത്തെ പിടിക്കുന്നത് ഫ്രാൻസ് വേഴ്സസ് മൊറോക്കോ. വളരെ മികച്ച ഗെയിമാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സത്യം പറഞ്ഞാൽ ഇന്നത്തെ ഗെയിം എന്ന് വെച്ചാൽ ഒരു ഗെയിം കൊള്ളാം. എന്നാലും ഒരു എന്തൊക്കെയോ മിസ്സിങ് പറയാം. നമ്മുടെ മൊറോക്കോയുടെ സ്കോഡ് ഞാൻ ആദ്യം ഒന്ന് നോക്കി കഴിഞ്ഞാൽ അവർ ഭയങ്കര മിസ്സിങ് ആയിട്ടാണെന്ന് പറയാം. അതായത് ഫസ്റ്റ് വെച്ചിട്ടല്ല അവർ ടീം ആയിട്ടുള്ള അപ്പൊ തന്നെ മനസ്സിലായിക്കൊണ്ടും ഇവന്മാരെ പൊട്ടി ചെയ്തു. പിന്നെ ഫുള്ളോട് ഒരു ഡിഫൻസ് ഗെയിമാണ്. മൊറോക്കോ സത്യം പറഞ്ഞാൽ ട്രൈ പോലും ചെയ്തിരുന്നതാണ് ഏറ്റവും വലിയ വെച്ചാൽ അവര് എന്തൊക്കെയോ ചെയ്യുന്നു, പക്ഷെ ഫുള്ള് ഡിഫെൻഡ് ചെയ്യുന്നു. ഇത് വേൾഡ് കപ്പ് ക്വാർട്ടർ ഫൈനൽ അവർക്ക് അടുത്ത ടീമിലാന്ന് വെച്ചാൽ അവർക്ക് പോകണ്ടേ. ഞാൻ ആലോചിക്കുന്നത് വെച്ചാൽ ഇവർക്ക് ഇത് ജയിക്കണ്ടേ, ഇവർക്കൊന്ന് പോകണ്ടേ. ഇങ്ങനെ ഡിഫൻസ് ചെയ്ത് വല്ല പെനാൽറ്റി ഷൂട്ടൗട്ടിൽ കൊണ്ടുപോകാനാണ് അന്നത്തെ പ്ലാൻ ആയിരുന്നത്. എന്ന് വെച്ചാൽ അതെന്താണെന്ന് പാടിയിട്ടുണ്ട്. കാരണം തൊട്ട് നിങ്ങൾക്ക് മൊറോക്കോ മനസ്സിലാക്കേണ്ട കാര്യം, എതിരാളി നിൽക്കുന്നത് വെച്ചാൽ ഫ്രാൻസ് ആണ്. അവന്മാർ കയറി മേഞ്ഞിട്ട് അങ്ങ് പോകും. അവന്മാരൊരു ഗ്യാപ്പിന് വേണ്ടിയിട്ട് കളിക്കണം. ഫസ്റ്റ് ഹാഫ് ഒരു പെനാൽറ്റി എന്ന് പറയുമ്പോൾ മിസ്സാക്കിയിട്ടുണ്ട്. പിന്നെ പക്ഷെ എന്നാലും ട്രൈ ചെയ്തിട്ടുണ്ട്. നല്ല ലോങ് റേഞ്ചും നല്ല ഒലീസ് എല്ലാവരും നല്ല ട്രൈ ചെയ്തിട്ടുണ്ട്. പക്ഷെ ഗോൾ എന്താ പറയുക ആയിട്ടില്ലെന്ന് മാത്രമാണുള്ളത്. കാരണം വെച്ചാൽ ഒരുപാട് ട്രൈ ചെയ്ത് ഗോളുകളും കൂടെ ആയിക്കഴിഞ്ഞാൽ ചിലപ്പോൾ ഒരു 7 ഗോൾ പോയത്. പക്ഷെ അതൊക്കെ ഡിഫൻസ് ചെയ്ത. കാരണം വെച്ചാൽ അതൊക്കെ മൊറോക്കോ ഞാൻ പറഞ്ഞു മൊറോക്കോ നല്ലൊരു ഡിഫൻസ് ചെയ്ത് കളിച്ചത്. പക്ഷെ ഒരു ഗ്യാപ്പ് എന്തായിരുന്നാലും വീഴും. 90 മിനിറ്റ്സ് ഇങ്ങനെ കളിക്കുമെന്ന് വെച്ചാൽ എനിക്ക് തോന്നുന്നില്ല അത് പറ്റുമോ വെച്ചാൽ. എന്തായിരുന്നാലും ഗ്യാപ്പ് വീഴും കറക്റ്റ് പോലെ. അത് എംബാപ്പയുടെ ഗോളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് കറക്റ്റ് എന്ന് വെച്ചാൽ എന്താ പറയുക, ഒരു ബ്ലൈൻഡ് സ്പോട്ടിൽ നിന്നാണ് ഒരു അടി അടിച്ചത്. കാരണം വെച്ചാൽ തൊട്ടപ്പുറത്ത് മൊറോക്കോ ഫ്രണ്ടിൽ തന്നെ മൊറോക്കോ പ്ലെയർ ഉണ്ടായിരുന്നു. അതിനത് കർവ് ചെയ്ത് കിട്ടാണ്. കാരണം ഗോൾ കീപ്പറിന് റിയാക്ട് ചെയ്യുന്ന ടൈമും കിട്ടിയില്ല. ഗോൾ കീപ്പർ നിൽക്കുന്നത് പെട്ടെന്ന് തന്നെ ഒരു ബോൾ നാകേണ്ടത്. അത്ര ഗോൾ പോയി. അതുകൊണ്ട് എംബാപ്പ അല്ല മറ്റേ ഡംബലെ അവരും അടുത്ത ഗോൾ അടിച്ചാൽ ഇങ്ങനെ അതല്ലേ. ഫ്രാൻസ് വാസ് ഡോമിനേറ്റിംഗ് ആണോ ചോദിച്ചാൽ അതുമല്ല. കാരണം വെച്ചാൽ കുറെ ഗോളുകൾ ഇവന്മാർ അടിക്കേണ്ട കുറെ ചാൻസ് ഒക്കെ ഇവന്മാർ നഷ്ടപ്പെടുത്തി. ഒരു 5 ഗോളെങ്കിലും മിനിമം അടിക്കേണ്ടിയിരുന്നു ഈ ടീമിനെ വെച്ച്. ഫ്രാൻസ് ഒരു 5 ഗോളെങ്കിലും അടിക്കാം. പക്ഷെ എനിക്ക് മനസ്സിലാവും, പക്ഷെ അവർ ട്രൈ ചെയ്തിട്ടുണ്ട് ഫ്രാൻസ്. പക്ഷെ മൊറോക്കോ ആണ് ഏറ്റവും വലിയ നിരാശപ്പെടുത്തിയത് ഇന്നത്തെ. അപ്പോൾ അതാണ് നമ്മുടെ അഭിപ്രായം. കാര്യങ്ങളൊക്കെ നിങ്ങളൊക്കെ കാര്യങ്ങളൊക്കെ കമന്റ് ബോക്സിൽ പറയാം. അപ്പോൾ എല്ലാവർക്കും ദുബശിന.